വിവിധ തരത്തിലുള്ള മാനിക്യൂർ, പെഡിക്യൂർ എന്നിവയിലേക്ക് പരിശീലനത്തെ കുറിച്ചുള്ള ഈ സെക്ഷനിലേക്ക് സ്വാഗതം. നമുക്ക് ഈ സെക്ഷനിൽ നിന്ന് ആരംഭിക്കാം. ലക്ഷ്യങ്ങൾ. ഈ സെക്ഷൻ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി പറയുന്നത് ചെയ്യാനാകും. വിവിധ തരം മാനിക്യൂർ, പെഡിക്യൂർ ചികിത്സ, നഖങ്ങൾ വൃത്തിയുള്ളതും ശരിയായ ആകൃതിയിലുള്ളതുമാക്കേണ്ടതിന്റെ പ്രയോജനം മനസ്സിലാക്കുക. ആവശ്യമായ ഉപകരണ സാമഗ്രികൾ: ഉപഭോക്താവിനുള്ള കസേര, മാനിക്യൂർ സ്റ്റൂൾ, മാനിക്യൂറിനുള്ള മേശ, മാനിക്യൂറിനുള്ള ട്രേ, മാനിക്യൂറിനുള്ള പാത്രം, ഇൻഫ്രാറെഡ് വിളക്ക്, ഹോട്ട് പ്ലേറ്റ്, ഇടത്തരം വലിപ്പമുള്ള പാത്രം, വൈദ്യുതീയ മാനിക്യൂർ കിറ്റ്, ഓറഞ്ച് വുഡ് സ്റ്റിക്ക്, എമറി ബോർഡ്, മാഗ്നിഫയിങ് ഗ്ലാസ് അഥവാ ഭൂത കണ്ണാടി, ക്യൂട്ടിക്കിൾ പുഷർ, ക്യൂട്ടിക്കിൾ ക്ലിപ്പർ, നെയിൽ ബ്രഷ്, നെയിൽ കത്രിക, നെയിൽ ബഫർ, സ്പാറ്റുല, പെഡി സ്പാ, ഫുഡ് ഫയൽ, ടോ നെയിൽ ക്ലിപ്പർ, പെഡിക്യൂർ ക്ലിപ്പർ. ആവശ്യമായ സാധനങ്ങൾ: പഞ്ഞി, നെയിൽ വാർണിഷ് റിമൂവർ, ക്യൂട്ടിക്കിൾ ഓയിൽ അല്ലെങ്കിൽ ക്രീം, വൈറ്റനിങ് പെൻസിൽ, ക്യൂട്ടിക്കിൾ റിമൂവർ, നെയിൽ ബ്ലീച്ചുകൾ, നെയിൽ സ്ട്രെങ്തനർ, ഹാൻഡ് ലോഷനും ക്രീമും, ടോപ്പ് കോട്ട്, ബേസ് കോട്ട്, ദ്രാവക ഹാൻഡ് വാഷ്, ഹൈഡ്രജൻ പെറോക്സൈഡ്, മാനിക്യൂർ ഷാംപൂ, വെജിറ്റബിൾ ഓയിൽ, ഫുഡ് ക്രീം, ഫുഡ് പൗഡർ, പേപ്പർ തൂവാല, കോട്ടൺ തൂവാല. മാനിക്യൂർ, പെഡിക്യൂർ എന്നിവയുടെ നിർവചനവും അവയുടെ നിരവധി രൂപങ്ങളും ഉപയോഗിച്ച് നമുക്ക് ആരംഭിക്കാം. മാനിക്യൂർ, പെഡിക്യൂർ എന്നിവ നിങ്ങളുടെ കൈകളും കാലുകളും വൃത്തിയുള്ളതും വിശ്രമിക്കുന്നതുമായി സ്പാ ചികിത്സകളാണ് എന്ന് മാത്രമല്ല, നിങ്ങളെ ലാളിക്കുന്നത് പോലെയാണ്. ചിലതരം മാനിക്യൂർ, പെഡിക്യൂർ എന്നിവയെ ഇനി പറയുന്നവയാണ്: ഫ്രഞ്ച് മാനിക്യൂറും പെഡിക്യൂറും, ഷെല്ലാക് മാനിക്യൂറും പെഡിക്യൂറും, ബേസിക് മാനിക്യൂറും പെഡിക്യൂറും, ജെൽ മാനിക്യൂറും പെഡിക്യൂറും, പാരാഫിൻ വാക്സ് മാനിക്യൂറും പെഡിക്യൂറും, ഹോട്ട് സ്റ്റോൺ മാനിക്യൂറും പെഡിക്യൂറും, ഫ്രഞ്ച് മാനിക്യൂറും പെഡിക്യൂറും. ഫ്രഞ്ച് മാനിക്യൂർ പ്രായക്കാർക്കിടയിലും ഇത് വളരെ ജനപ്രിയമാണ്. ഒരു സാധാരണ മാനിക്യൂറിന്റെ എല്ലാ ഘട്ടങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അതായത് സോക്കിംഗ്, ട്രിം ചെയ്യൽ, നെയിൽ ഫില്ലിംഗ്, മസാജ്, മോയിസ്ചറൈസിംഗ് എന്നിവ. തുടർന്ന് നഖത്തിന് നിറം നൽകുന്നു. സ്പാ മാനിക്യൂറും പെഡിക്യൂർ ഇത് ഒരു സാധാരണ മാനിക്യൂർ, പെഡിക്യൂർ എന്നിവയാണ്. അതിൽ നിങ്ങളുടെ കൈകളും കാലുകളും ചെറു ചൂടുവെള്ളത്തിൽ നനയ്ക്കുകയും നഖങ്ങൾ വെട്ടിയൊതുക്കുന്നതിന് ശേഷം രാഖി മിനുസപ്പെടുത്തുകയും ചെയ്ത ശേഷം ക്യൂട്ടിക്കിൾ പിന്നിലേക്ക് തള്ളുന്നതും ഉൾപ്പെടുന്നു. ഒരു ലോഷൻ മസാജ് ചെയ്ത് നെയിൽ പെയിന്റ് പ്രയോഗിക്കുന്നു. പതിവ് മാനിക്യൂർ, പെഡിക്യൂർ എന്നിവയ്ക്ക് ശേഷം ഹൈഡ്രേറ്റിംഗ് മാസ്ക് അല്ലെങ്കിൽ അറോമാറ്റിക് സോൾട്ട് ഉപയോഗിച്ച് തടവുക. ഇത് നിങ്ങളുടെ കൈകൾക്കും കാലുകൾക്കും വളരെയധികം വിശ്രമം നൽകുന്നു. ജെൽ അല്ലെങ്കിൽ ഷെല്ലാക് മാനിക്യൂർ, പെഡിക്യൂർ. ദീർഘകാല നിലനിൽക്കുന്നതിനായി ജെൽ മാനിക്യൂർ നഖങ്ങളുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും വേണ്ടി കുറഞ്ഞ പരിപാലനവും എന്നാൽ അലങ്കാര ഭംഗിയുമുള്ളതുമായ ഒന്നാണ് തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ ഇത് തിരഞ്ഞെടുക്കുക. ജെൽ മാനിക്യൂർ തിരഞ്ഞെടുത്താൽ മാനിക്യൂർ സെക്ഷനുക്കായി സലൂണുകൾ പതിവായി സന്ദർശിക്കേണ്ടത് വരുന്നില്ല. ഒരു പ്രത്യേക നെയിൽ പോളിഷിന്റെ ഉപയോഗം ഇതിൽ ഉൾപ്പെടുന്നു. ഇതിന്റെ ദീർഘകാല നിലനിൽപ്പിനായി UV ലൈറ്റിന്റെ കീഴെ പരിചരിക്കുന്നു. സ്റ്റോൺ മാനിക്യൂർ, പെഡിക്യൂർ. ഹോട്ട് സ്റ്റോൺ മാനിക്യൂർ നിങ്ങളുടെ കൈകളും കാലുകളും തടവുന്നതിനായി ചൂടിന്റെ ആവരണമുള്ള പ്രത്യേക കല്ലുകൾ ഉപയോഗിക്കുന്നു. തുടർന്ന് ഒരു സാധാരണ മാനിക്യൂർ, പെഡിക്യൂർ ചെയ്യുന്നു. ഇലക്ട്രിക്കൽ മാനിക്യൂർ. ഈ മാനിക്യൂറിൽ കൈകൾക്ക് പകരം വൈദ്യുത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു. പ്രക്രിയയുടെ മികച്ച പ്രവർത്തനങ്ങളും
പ്രത്യേക വൈദ്യുത ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഈ ഇലക്ട്രിക്കൽ മാനിക്യൂർ പ്രവർത്തനത്തിലേക്ക് കടക്കാം. ഇടത് കൈകൊണ്ട് നടപടിക്രമം ആരംഭിക്കാം. നിങ്ങൾക്ക് കാലസ് അഥവാ തഴമ്പ് ഉണ്ടെങ്കിൽ കാലസ് മോദർ ഉപയോഗിച്ച് അവ നീക്കം ചെയ്യുക. സ്വാതന്ത്ര്യമായി കാണപ്പെടുന്ന അഗ്രഭാഗം അടക്കുന്ന പരുക്കൾ തൊലിയുടെ ചികിത്സ. മാനിക്യൂറും പെഡിക്യൂറും കൂടി ചേർക്കുമ്പോൾ നെയിൽ വോളിന്റെ പ്രക്രിയയും നെയിൽ പ്ലേറ്റും പൊടിക്കലും. ഒരു വലിയ കുഴലാകൃതിയുള്ള ഡയമണ്ട് നോസിൽ ഉപയോഗിക്കുക. ഉപകരണം ഓൺ ആക്കുക. ഓൺ ഓഫ് ബട്ടൺ അമർത്തുക. നിങ്ങൾ ഇപ്പോഴുള്ള അവസ്ഥയ്ക്കനുസരിച്ച് ഒരു നോസൽ തിരഞ്ഞെടുക്കുക. അത് ഇടത്തരം സിലിണ്ടർ ഡയമണ്ട് നോസിൽ ഉപയോഗിക്കുക. നെയിൽ ഡിസൈനിന് വേണ്ടി നഖം തയ്യാറാക്കാൻ ഇൻസ്റ്റലേഷൻ നെയിൽ പ്ലേറ്റ് ചുറ്റുമുള്ള തൊലി അടയ്ക്കുക. ഒരു ഡയമണ്ട് സിലിണ്ടർ മുനയുള്ള ബുള്ളറ്റ് നോസിൽ ഉപയോഗിക്കുക. മാനിക്യൂർ പെഡിക്യൂർ സമയത്ത് നെയിൽ വോളിന്റെ ചികിത്സ. തീജ്വാലയുടെ ആകൃതിയുള്ള വജ്ര നോസിൽ ഉപയോഗിക്കുക. മണൽ കഷ്ണങ്ങൾ ഉപയോഗിച്ച് മൃദുചർമ്മം നീക്കം ചെയ്യുക. വ്യത്യസ്ത സിലിണ്ടർ സെറ്റിൽ 6 മണൽ കഷ്ണങ്ങൾ ഉണ്ട്. അടുത്ത ഘട്ടം നഖങ്ങൾ രൂപപ്പെടുത്തുക എന്നതാണ്. ഒരു എമറി ഡിസ്ക് ഉപയോഗിച്ച് 45 ഡിഗ്രി കോണിൽ പിടിക്കുക. നഖങ്ങൾ മികച്ച ആകൃതിയിലായതുകൊണ്ട് മൂലത്തിൽ നിന്നും മധ്യഭാഗത്തിലേക്ക് നീങ്ങുക. ഈ 2 ഘട്ടങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ ഇടത് കൈ ചെറു ചൂടുവെള്ളത്തിൽ മുക്കി വലത് കൈ കൊണ്ട് ഈ ഘട്ടങ്ങൾ ആരംഭിക്കുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടത് കൈ സ്വാതന്ത്ര്യമായി അരികിൽ വൃത്തിയാക്കി ഉണക്കി വലത് കൈ വെള്ളത്തിൽ വയ്ക്കുക. ഇടത് കൈയിൽ ക്യൂട്ടിക്കിൾ സോഫ്റ്റ്നർ പ്രയോഗിച്ച് അഗ്രഭാഗത്തിൽ പഞ്ഞിയുള്ള ഓറഞ്ച് വുഡ് സ്റ്റിക്ക് ഉപയോഗിക്കുക. ക്യൂട്ടിക്കിൾ ലിഫ്റ്റർ ഉപയോഗിച്ച് ക്യൂട്ടിക്കിൾ മൂലഭാഗത്തിൽ നിന്നും മധ്യഭാഗത്തിലേക്ക് ഉയർത്തുക. ഹാങ് നെയിലുകൾ അല്ലെങ്കിൽ തൂങ്ങി നിൽക്കുന്ന ഏതെങ്കിലും നഖം ഉണ്ടെങ്കിൽ ഒരു ക്യൂട്ടിക്കിൾ നിപ്പർ ഉപയോഗിച്ച് അവ നീക്കം ചെയ്യുക. ക്യൂട്ടിക്കിൾ ക്രീമിനു ശേഷം ഹാൻഡ് ലോഷൻ പുരട്ടി നിങ്ങളുടെ കൈത്തണ്ടയിൽ നിന്നും വിരലുകളുടെ മുകൾ ഭാഗത്തിലേക്ക് തടവുക. നഖങ്ങൾക്ക് നേരെ ബ്രഷിന്റെ ഭരണഭാഗം പിടിക്കുക. ചൂണ്ടുവിരലിലെ നഖങ്ങൾ കഴുകുക. നിങ്ങളുടെ കൈ ഉണക്കുക. നഖം ഒരിക്കൽ കൂടെ പരിശോധിക്കുക. ആവശ്യമെങ്കിൽ മിനുസപ്പെടുത്തുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ നഖത്തിന്റെ ഒരു ബേസ് കോട്ട് പ്രയോഗിക്കുക. നിങ്ങളുടെ വലത് കൈയിൽ മുൻപ് ചെയ്ത നടപടിക്രമങ്ങൾ എല്ലാം ആവർത്തിക്കുക. ഇപ്പോൾ അവസാന ഘട്ടമാണ്. 2 കൈകളിലും നെയിൽ പോളിഷ് പ്രയോഗിക്കുക. എപ്പോഴും ഇടത് കൈകൊണ്ട് ആരംഭിച്ച് വലതുവശത്തേക്ക് പോകണമെന്ന് ഓർമ്മിക്കുക. ആവശ്യമെങ്കിൽ ഒരു അധിക ടോപ്പ് കോട്ട് പ്രയോഗിക്കുക. എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മീശയും ഉപകരണങ്ങളും വൃത്തിയാക്കുന്നതും അണുവിമുക്തമാക്കാനും മറക്കരുത്. ഈ ഇലക്ട്രിക്കൽ മാനിക്യൂറിലെ എല്ലാ ഉപകരണങ്ങളും വൈദ്യുതിയാൽ പ്രവർത്തിക്കുന്നവയാണ്. അതിനാൽ ഇത് ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിക്കുക. ഉപകരണങ്ങളും സാമിക്രികളും പാത്രങ്ങളും ചെറു കപ്പുകൾ മറ്റു സലൂൺ ഉപകരണങ്ങൾ എന്നിവ ചെറു ചൂടുവെള്ളത്തിലും സോപ്പ് പൊടി ഉപയോഗിച്ചും നന്നായി കഴുകുക. അണുനാശിനി ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നിർദ്ദേശം പാലിക്കുക. ഉണങ്ങുന്നതിന് മുമ്പ് ഏതെങ്കിലും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ നിങ്ങളുടെ ഉപകരണങ്ങൾ ശ്രദ്ധാപൂർവം വെള്ളത്തിൽ കഴുകുക. സമ്മറി: നമ്മൾ ഈ സെക്ഷന്റെ അവസാനത്തിലാണ്. മാനിക്യൂർ പെഡിക്യൂർ നടപടിക്രമങ്ങൾ നമുക്ക് പുനരാവിഷ്കരിക്കാം. ഫ്രഞ്ച് മാനിക്യൂർ പെഡിക്യൂർ, സ്പാ മാനിക്യൂർ പെഡിക്യൂർ, ജെൽ അല്ലെങ്കിൽ ഷെല്ലാക് മാനിക്യൂർ പെഡിക്യൂർ, സ്റ്റോൺ മാനിക്യൂർ പെഡിക്യൂർ, ഇലക്ട്രിക് മാനിക്യൂർ എന്നിവ ഏതാനും തരം മാനിക്യൂർ പെഡിക്യൂർ എന്നിവയാണ്. കാലസ് നീക്കം ചെയ്യുന്നതിന് മുതൽ ടോപ്പ് കോട്ട് ഉപയോഗിക്കുന്നത് വരെ ഇലക്ട്രിക് മാനിക്യൂർ.